നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കൊച്ചിയിൽ ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമാണ്. നമുക്കറിയാം, നമുക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്ന ഒരു വിശാലമായ സംസ്കൃതിയാണ് ക്രൈസ്തവ സന്ദേശം നമുക്ക് നൽകുന്നത്. നമ്മുടെ സ്കൂളുകളിൽ ആരെല്ലാം വന്ന് പഠിക്കുന്നു, അവിടെയെല്ലാം അവരവരുടെ മൂല്യങ്ങളുമായിട്ട് തന്നെ വന്ന് സെക്യുലർ മൂല്യങ്ങളെ സ്വന്തമാക്കി പോകുന്ന ഒരു സംസ്കാരം. പക്ഷേ നമുക്ക് ഓരോ സ്കൂളിനും ആ സ്കൂളിൻ്റെതായ ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ട്. അത് പാലിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എല്ലാ ക്രൈസ്തവ സ്കൂളുകളും ഹിജാബ് നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. പല സ്കൂളുകളിലും ഹിജാബ് ധരിച്ചുകൊണ്ട് വരാം, ധരിക്കാതെ വരാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊന്നും ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം വിശാലമായ മനസ്സോടെ ഈ പൊതു സംസ്കാരത്തെ വളർത്തിയെടുത്ത ചരിത്രമാണ് നമ്മുടേത്. ഇവിടുത്തെ ഒരു പ്രശ്നം ശരിക്കും ഒരു സ്കൂളിന്റെ ഡിസിപ്ലിനുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് അവര് തീർത്തേനെ നന്നായിട്ട്. പക്ഷെ അതിലേക്ക് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും തലങ്ങൾ കടത്തിവിട്ട് അതിനെ ഒരു വല്ലാത്ത വിവാദമാക്കി ആളിക്കത്തിച്ച് കേരള സമൂഹത്തിൽ ധ്രുവീകരണം വരുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അത് നമ്മുടെ ഒരു വലിയ സ്നേഹത്തിന്റെ സംസ്കാരത്തെ മറ്റൊരു ഇരുട്ടിന്റെ ഒരു മറവിൽ നിർത്താനായിട്ടുള്ളൊരു പരിശ്രമമാണത്. അവിടെ അതൊരു അച്ചടക്ക പ്രശ്നമാണ്. അതൊരു സ്കൂളിന്റെ പ്രിൻസിപ്പലും ഒരു കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും കൂടെ തീർക്കേണ്ട വിഷയമേ ഉള്ളൂ. അതിങ്ങനെ പത്രത്തിൽ വരാനും വലിയ വലിയ അഭിപ്രായങ്ങൾ പറയാനും മാത്രമുള്ള ഒരു ഇഷ്യൂ ഒന്നുമല്ല. പക്ഷെ അതെല്ലാം ഈ കേരള സമൂഹത്തിൽ ഇന്ന് ഇത്രയും പ്രശ്നമായിട്ട് മാറുകയാണ്. നമ്മൾ ഓർക്കണം, 150 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന ഫാദറിനോട്, തോമസ് തറയിലിനോട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിന്റെ പൊതുസമൂഹം നിന്നിട്ടുമുള്ളത്. അത് അച്ഛൻ മനസ്സിലാക്കാതെ പോകരുത്. ഇവിടെ ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഒരാളും സഭയെയോ ക്രൈസ്തവരെയോ ആക്ഷേപിച്ചിട്ടില്ല, അവരെ വിമർശിച്ചിട്ടില്ല, അവർക്കെതിരെ സംസാരിച്ചിട്ടില്ല. ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ വിമർശനങ്ങളും നടത്തിയിരിക്കുന്നത് ഈ പറയുന്ന സ്കൂൾ, സെന്റ് റീത്താസ് സ്കൂളിനെതിരെയും അതിന്റെ മാനേജ്മെന്റിനെതിരെയും അതിന്റെ പ്രിൻസിപ്പലിനെതിരെയും മാത്രമാണ്. ഇവിടെ ക്രൈസ്തവരെല്ലാവരും ഇത്തരത്തിൽ ഹിജാബിനെതിരാണെന്നോ ക്രൈസ്തവർ സഭയുടെ സ്കൂളുകളിൽ ഇത്തരത്തിൽ ഹിജാബ് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നോ ഒന്നും ആരും വാദിച്ചിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ആർക്കും തന്നെ ഇല്ലതാനും. ഇപ്പോ അച്ഛൻ അറിഞ്ഞില്ലായിരിക്കാം. അച്ഛൻ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോളൂ, ഈ സെന്റ് റീത്താസ് സ്കൂളിൽ നിന്നും TC വാങ്ങി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ വീണ്ടും പഠിക്കാൻ ചെല്ലുന്നത് മറ്റൊരു സഭയുടെ സ്കൂളിലേക്കാണ് എന്നുള്ള ഒരു കാര്യം താങ്കൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ നിന്ന് TC വാങ്ങി ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പോലും സഭയുടെ മോശമാണ്, അല്ലെങ്കിൽ സഭയുടെ പ്രവൃത്തിയാണ്, സഭയാണ് ഇതൊക്കെ ചെയ്തത്, ക്രൈസ്തവർ ഒന്നടങ്കം ഇങ്ങനെയാണ് എന്നുള്ള ഒരു വിധത്തിലുള്ള ചിന്തയും അവരുടെ മനസ്സിലില്ല. അവർ വീണ്ടും പഠിക്കാൻ ചെല്ലുന്നത് സഭയുടെ തന്നെ മറ്റൊരു സ്കൂളിലേക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം എല്ലാവരും ഇങ്ങനെ നിരന്ന് നിന്ന് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളിലും ചർച്ചകളിലും ഇത് വരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത് സ്കൂൾ പ്രിൻസിപ്പളും ആ കുട്ടിയുടെ പേരൻസും പറഞ്ഞു തീർക്കേണ്ട കാര്യമായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, ഈ പറഞ്ഞ സ്കൂൾ മാനേജ്മെന്റും പ്രിൻസിപ്പളും ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? കേരളത്തിലും നമ്മുടെ ഇന്ത്യ രാജ്യത്തും ലോകത്താകമാനമുള്ള ഒരു ചട്ടമുണ്ട്. ചട്ടം എന്ന് പറഞ്ഞാൽ അത് എഴുതി വെച്ച നിയമങ്ങളല്ല, ചില ഗിവ് ആൻഡ് ടേക്ക് പോളിസികളുണ്ട്. എന്താണ് ആ പോളിസി? എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഏറ്റവും വലിയ ഡിസിപ്ലിൻ, ആ ഡിസിപ്ലിനുള്ള നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും കണ്ണിങ് ആയിട്ട് ഡിസിപ്ലിനുള്ള ഒരു മേഖലയാണല്ലോ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത്. ഈ പട്ടാളത്തിൽ പോലും നിങ്ങളൊന്ന് നോക്ക്, അവിടെയും മതങ്ങളുടെ അടയാളങ്ങൾക്ക്, ചിഹ്നങ്ങൾക്ക് പല വിധത്തിലുള്ള കൺസിഡറേഷനും വിട്ടുവീഴ്ചകളും ആനുകൂല്യങ്ങളും നൽകിയിട്ടുണ്ട്.
സിഖുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് ഇപ്പോഴും ടർബൻ ധരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഈ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആർമിയുടെയും ഇന്ത്യൻ മിലിറ്ററിയുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്ന പല ഉന്നതമായ പോസ്റ്റുകളിരിക്കുന്ന വ്യക്തികൾ പോലും സിഖ് മതസ്ഥരാണ്. അവർ അവരുടെ ടർബൻ ധരിച്ചുകൊണ്ടാണ് അവർ അവരുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്നത്, സേവനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അത്രത്തോളം വരില്ലല്ലോ എന്താണെങ്കിലും ഒരു സ്കൂളിലെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അച്ചോ ഒരാൾ തല മറച്ചതുകൊണ്ട് ഈ ഡിസിപ്ലിൻ ഇല്ലാതാകുമോ അച്ചോ? ഒരാൾ ഹിജാബ് ഇട്ടതുകൊണ്ട് ഈ പറയുന്ന യൂണിഫോമിറ്റി ഇല്ലാതാകുമോ അച്ചോ? ഇതൊക്കെ എന്ത് ന്യായമാണ് അച്ചോ? അപ്പോൾ ഈ വിവാദം ഉണ്ടാക്കിയതാരാ? ആ കൊച്ച് തല മറച്ചുകൊണ്ട് സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ കൊച്ച് ഒരു ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ കൊച്ചിന്റെ ഫോട്ടോ സ്കൂൾ വരാന്തയിൽ നിൽക്കുന്നതിന്റെ ചിത്രം ഈ കേരളക്കര ഒന്നടങ്കം കണ്ടതാണ്. ആ ചിത്രത്തിൽ ആ കുട്ടി ആ സ്കൂളിന്റെ യൂണിഫോം ധരിച്ചിട്ടുണ്ട്, അതോടൊപ്പം തല മറച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആ കുട്ടി ആ സ്കൂളിന്റെ യൂണിഫോം ധരിക്കാതെ വേറെ ഏതെങ്കിലും ഒരു കാഷ്വൽ ഡ്രസ് ഉപയോഗിച്ച് ധരിച്ചുകൊണ്ടല്ല അവിടെ വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ പർദ്ദ അണിഞ്ഞുകൊണ്ടല്ല ആ സ്കൂളിൽ വന്നിരിക്കുന്നത്. അപ്പോ അത്തരത്തിൽ ആ യൂണിഫോം ധരിച്ചുകൊണ്ട് അതോടൊപ്പം തൻ്റെ തല മറച്ചുകൊണ്ട് ആ കുട്ടി സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇഷ്യൂ ആക്കാതെ ആ കുട്ടി അതിൻ്റെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള തല മറച്ചിട്ട് എൻ്റെ ക്ലാസ്സിലിരിക്കട്ടെ, ഞങ്ങളുടെ സ്കൂളിൽ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കേണ്ടവർ ആരാണ്? ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള മതത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന സിസ്റ്റർ ഹെലീനയല്ലേ അങ്ങനെ ചിന്തിക്കേണ്ടത്? അതല്ലേ സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ ഈ പറയുന്ന അച്ഛൻ തോമസ് തറയിൽ പറഞ്ഞ ഈ പറയുന്ന സ്നേഹത്തിൻ്റെ കാഴ്ച അതല്ലേ? അതായിരുന്നില്ലേ സിസ്റ്റർ ഹെലീന ചെയ്യേണ്ടത്? അതിനു പകരം നീ എൻ്റെ സ്കൂളിൽ ഇരിക്കണമെങ്കിൽ, എൻ്റെ സ്കൂളിൽ നീ പഠിത്തം തുടരണമെങ്കിൽ നീ ഹിജാബ് അഴിച്ചിട്ട് വരണമെന്ന് അവരത് പറയാൻ പാടില്ലായിരുന്നില്ലേ അച്ഛോ? അച്ഛൻ അതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? സിസ്റ്ററെ വിളിച്ച് ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാനുള്ള മനസ്സ് ഈ പറയുന്ന തോമസ് തറയിൽ ഉണ്ടാവണം. കാരണം തോമസ് തറയിൽ ഈ പറയുന്ന ക്രൈസ്തവതയുടെ സഭയുടെ വേണ്ടപ്പെട്ട വളരെ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ആളല്ലേ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന സിസ്റ്റർ ഹെലീനയെ വിളിച്ച് ഒരിക്കലെങ്കിലും നിങ്ങളുടെ തീരുമാനം തെറ്റായിപ്പോയി എന്ന് പറയേണ്ടതില്ലേ അച്ചോ? ഇതാ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഡിസിപ്ലിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ കൺമുന്നിൽ ഒരു സ്ഥാപനമുണ്ട്, ഒരു നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ കൺമുന്നിലുണ്ട്. സഭയുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ സഭയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പറയട്ടെ, തിരുവസ്ത്രമിട്ട എത്രയോ അധികം വിദ്യാർത്ഥികൾ ആ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട്. തിരുവസ്ത്രമിടാത്ത സാധാരണക്കാരായ പല മതവിഭാഗത്തിൽപ്പെടുന്ന പല വിദ്യാർത്ഥികളും അവിടെ പഠിക്കുന്നുണ്ട്. ഈ ബാക്കിയുള്ളവരൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂണിഫോം അണിഞ്ഞുകൊണ്ടാണ് ആ സ്ഥാപനത്തിൽ പഠിക്കാൻ എത്തുന്നതെങ്കിൽ ഈ പറയുന്ന ദൈവത്തിൻ്റെ മണവാട്ടികളായിട്ടുള്ള പലരും എത്തുന്നത് തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ്. നിങ്ങളുടെ സഭയുടെ സ്ഥാപനങ്ങളിൽ പോലും ഇത്തരത്തിൽ ഈ പറയുന്ന ഡിസിപ്ലിൻ്റെ ഭാഗമാകില്ലേ അച്ചോ? അതൊന്നും തിരുവസ്ത്രം ഇട്ടത് കൊണ്ട് അത് യൂണിഫോം ആകുമോ അച്ചോ? അപ്പോൾ ഡിസിപ്ലിനും ഈ പറയുന്ന നിയമങ്ങളും ഒന്നുമല്ലല്ലോ അച്ചോ വിഷയം എന്ന് പറയുന്നത്. ഈ തിരുവസ്ത്രമിട്ട സിസ്റ്റർ ഹെലീനയുടെ ഉള്ള് അത് സാത്താൻ്റെ മനസ്സായത് കൊണ്ടുള്ള പ്രശ്നമാണ്. അത് ഈ പറയുന്ന സിസ്റ്റർ ഹെലീന മാത്രമല്ല ഇതിൻ്റെ ഉത്തരവാദി, അവിടുത്തെ മാനേജ്മെന്റ് ഇതിൻ്റെ ഉത്തരവാദിയാണ്. ഈ പറയുന്ന ഹെലീനയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് തൻ്റെ കാര്യം പറയാൻ ഹെലീന മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കുറിപ്പെഴുതി കൊണ്ടുവന്ന് നോക്കി വായിക്കേണ്ട ഗതികേട് ഹെലീനക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുതി കൊടുത്തവരാണ് ഇതിന് പിന്നിൽ നിന്ന് കളിച്ചത്. ആ പിന്നിൽ നിന്ന് കളിക്കുന്നവരുടെ അജണ്ടകളും ഉദ്ദേശങ്ങളും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വിശുദ്ധ വസ്ത്രം ധരിച്ച നിങ്ങൾ തന്നെയാണ്. അത് തിരിച്ചറിയേണ്ടതും നിങ്ങൾ തന്നെയാണ്. ആ വസ്ത്രത്തിന്റെ വിശുദ്ധി അത് കാത്തു സൂക്ഷിക്കേണ്ടത് അത് ധരിക്കുന്നവരാണ്. ആ വസ്ത്രത്തിന്റെ വിശുദ്ധി അത് കാത്തു സൂക്ഷിക്കേണ്ടത് അത് ധരിക്കുന്നവർ മാത്രമാണ്.
നിങ്ങൾ മറ്റുള്ളവരുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നതിന് പകരം ഡിസിപ്ലിൻ എന്നും നിയമങ്ങളെന്നും ആ പറയുന്ന അച്ചടക്കമെന്നുമൊക്കെ പറഞ്ഞ് ഉമ്മാക്കി കാണിക്കാതെ, ഡിസിപ്ലിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായ ഇന്ത്യൻ ആർമിയിൽ പോലും മതങ്ങളുടെ ചിഹ്നങ്ങളും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെന്റ് റീത്താസ് ഒക്കെ അതിൻ്റെ ഒരു 7 അയലത്ത് പോലും എത്തില്ലാച്ചോ. നിങ്ങളത് മനസ്സിലാക്കണം. ഡിസിപ്ലിൻ എന്നൊക്കെ പറയുന്നത് വാ കൊണ്ട് പറയാനുള്ളതല്ല. ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടത് മനസ്സിനാണ് മിസ്റ്റർ അച്ചോ. നിങ്ങൾ ഈ പറയുന്ന ന്യായീകരണങ്ങൾ എത്രയൊക്കെ നിരത്തിയാലും തിരുവസ്ത്രമിട്ട സിസ്റ്റർ ഹെലീന ചെയ്ത ഈ സാത്താൻ്റെ പ്രവൃത്തി അത് സാത്താനിൽ നിന്നും ഉണ്ടായതാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയല്ല, അത് ബൈബിളിൻ്റെ പ്രവൃത്തിയല്ല, അത് ബൈബിളിൻ്റെ അധ്യാപനങ്ങളല്ല, അത് ബൈബിളിൻ്റെ രീതിയല്ല. ബൈബിൾ പറഞ്ഞ മാർഗത്തിലൂടെയല്ല സിസ്റ്റർ ഹെലീനയും ഈ പറയുന്ന സെന്റ് റീത്താസ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും നടന്നു നീങ്ങിയത്. ഇനി ഫാദർ തറയിലിനോട്, തോമസ് തറയിലിനോട് പറയാനുള്ള മറ്റൊരു കാര്യം, വല്ലപ്പോഴുമൊക്കെ ഈ പറയുന്ന സിസ്റ്റർ ഹെലീനയെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അന്വേഷിക്കണം, അവരോടൊന്ന് ചോദിക്കണം. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർ സ്കൂളിൽ പോയിരുന്നത് യൂണിഫോം അണിഞ്ഞിട്ടായിരുന്നോ അതോ തിരുവസ്ത്രം അണിഞ്ഞിട്ടായിരുന്നോ അവിടെ പോയിരുന്നത്? അന്നാരെങ്കിലും ഈ സിസ്റ്റർ ഹെലീനയോട് നീ യൂണിഫോം ഇട്ടോണ്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഈ പറയുന്ന കൺസിഡറേഷനും ആനുകൂല്യങ്ങളും ഒക്കെ പറ്റിയിട്ട് അവസാനം ഒരു സ്ഥാനത്ത് അധികാര കസേരയിൽ കയറിയിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാനുള്ളതല്ല ഈ പറയുന്ന തിരുവസ്ത്രങ്ങളും ഈ പറയുന്ന മതവിശ്വാസങ്ങളും എന്നുള്ള തിരിച്ചറിവ് ആദ്യം ഉണ്ടാവേണ്ടത് ഈ വിശുദ്ധമായ തിരുവസ്ത്രം അണിയുന്ന നിങ്ങൾക്കാണ്.